ഉണ്ണികൃഷ്ണൻ സാർ നമസ്കാരം. നമസ്കാരം. പഴയ തലമുറയിൽ നിന്നുകൊണ്ട് പുതിയ തലമുറയോട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല എന്ന് ഉപദേശിക്കുന്നവരെ ഇപ്പോഴത്തെ ന്യൂജൻ വിളിക്കുന്ന ചില പദങ്ങളാണ് ഈ തന്ത വൈബ്, അമ്മാവൻ വൈബ് എന്നൊക്കെ ഉള്ളത്. ഇപ്പം മനോരമ പോലും കണ്ടെത്തിയിരിക്കുന്നത് 2024 ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വാക്കാണ് തന്ത വൈബ് എന്നുള്ളത്. ചില എക്സ്പേർട്ട് കമ്മിറ്റിയെയും അതോടൊപ്പം തന്നെ പത്രാധിപ സമിതിയൊക്കെ കൂടിയിരുന്നിട്ടാണ് ഇത്തരം ഒരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. ഇതൊരു സാംസ്കാരിക അധപ്പതനമാണ് ഈ ഒരു വാക്ക് എന്നും ചില കോണുകളിൽ നിന്ന് വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. സാർ എങ്ങനെയാണ് ഈ തന്ത വൈബിനെ നോക്കിക്കാണുന്നത്? ഹരിശ്രീ ഗണപതയെ നമ എന്ന് എഴുതിയാണ്, അരിയിൽ എഴുതിയാണ് അക്ഷരാഭ്യാസം തുടങ്ങുന്ന ഒരു സംസ്കാരം നമുക്കുണ്ട്. പിന്നീട് ഏറെക്കുറെയൊക്കെ പഠിച്ചു വരുമ്പോൾ ഓർമ്മയിൽ നിൽക്കുന്ന ഒന്ന് മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യ ദേവോ ഭവ. ദൈവത്തിന് തുല്യമാണ് അച്ഛൻ, അമ്മ, പിതാവ്. അവിടെയൊക്കെ പിതൃ എന്ന പ്രയോഗമാണ് കാണുന്നത്. അപ്പോൾ അച്ഛൻ ഉപദേശങ്ങൾ നൽകുന്ന ആളാണ് എന്നൊക്കെ അറിയാം. അച്ഛൻ ഉപദേശം നൽകും, സ്നേഹമോ വാത്സല്യമോ കരുതലോ ഉണ്ടെങ്കിൽ ശകാരിക്കും, ഒക്കെ ചെയ്യുന്ന, ശിക്ഷിക്കും. ഇതൊക്കെ അടുത്ത തലമുറയുള്ള സ്നേഹം, കരുതൽ, അതിൻ്റെയൊക്കെ ഭാഗമാണ്. എവിടെയും തന്ത എന്നുപയോഗിച്ച് കണ്ടിട്ടില്ല. അത് വളരെ നമ്മുടെ സംസ്കാരത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ പോലും പറയാൻ അറയ്ക്കുന്ന ഒരു വാക്കാണ്. പിതാവിനെ സൂചിപ്പിക്കാൻ തന്ത എന്ന വാക്ക് പ്രയോഗത്തിൽ കൊണ്ടുവരിക, അത് മനോരമ പോലെ ഒരു മുത്തശ്ശി പത്രം, മലയാള ഭാഷയ്ക്കൊക്കെ വലിയ സംഭാവന, ഭാഷാഭൂഷണി പോലെ പ്രസിദ്ധീകരണങ്ങളും ഒക്കെ ഉള്ള ഒരു പത്രം വരുന്നത്. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു പുതിയ ഒരു സൂചനയാണത്. മനോരമ പോലുള്ള പത്രം 2024 മലയാള ഭാഷയ്ക്ക് കൈവന്ന ഒരു പുതിയ നേട്ടമാണ് തന്ത വൈബ്. ഇതിനെക്കുറിച്ച് പറയാൻ ഞാൻ കണ്ട പത്രത്തിന്റെ ഒരു പേജിന്റെ 3/4 ഭാഗത്തോളം വലിയ 3 കോളം ന്യൂസും ഇത് കണ്ടുപിടിച്ച 4-5 പേരുടെ ചിത്രങ്ങൾ ഉൾപ്പെടെയാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഞാനത് ഇതിന്റെ അത്ഭുതം കാരണം, അമ്പരപ്പ് കാരണം ഈ വാർത്ത വായിച്ചു നോക്കിയപ്പോൾ മനസ്സിലായത്, അങ്ങ് പറഞ്ഞതുപോലെ തന്നെ പുതിയ ആശയങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചാൽ ആ പ്രകടിപ്പിക്കുന്ന ആ വികാരത്തിനെയോ ആളുകളെയോ സൂചിപ്പിക്കാനാണ് തന്ത വൈബ് എന്ന് ഉപയോഗിക്കുന്നതെന്നും, ഇപ്പൊ സമാനമായിട്ട് തള്ള വൈബും വന്നിട്ടുണ്ട്. അത് തമ്മിൽ എങ്ങനെയാണ് ഈ ജെൻഡർ വ്യത്യാസം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തള്ള വൈബും പ്രചാരത്തിലുണ്ടെന്നാണ് പറയുന്നത്. ഇത് മനോരമ കണ്ടുപിടിച്ച ആ മെത്തഡോളജിയാണ് അമ്പരപ്പിക്കുന്നത്. ഈ ഇത്ര അധമമായ സംസ്കാരശൂന്യമായ ഒരു പദത്തിലേക്ക് എത്താൻ മനോരമ ഉപയോഗിച്ച ആ മെത്തഡോളജി, അവർ ലക്ഷക്കണക്കിന് വായനക്കാരുടെ സർവേ നടത്തി. 1ാം ഘട്ടം അവരിൽ നിന്ന് കിട്ടിയ ഉത്തരങ്ങൾ, അതിനെ അവര് ക്രമത്തിൽ എഴുതി, അതിൽ നിന്ന് കുറെ വാക്കുകൾ കണ്ടുപിടിച്ചു. ആ വാക്കുകളിൽ നിന്ന് ഈ തന്ത വൈബിലേക്ക് എത്താൻ ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആ എക്സ്പേർട്ട് കമ്മിറ്റിയിൽ നമ്മുടെ നിയമസഭയുടെ അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട സ്പീക്കറുണ്ട്, മുൻ പാലക്കാട് MLA ഇപ്പോഴത്തെ MP-യുമായ ഷാഫി പറമ്പിലുണ്ട്, ഒരു വനിതയുണ്ട്, പിന്നെ മിമിക്രി രംഗത്തു നിന്നൊക്കെ വന്ന കലാകാരന്മാരൊക്കെ ഉണ്ട്. അപ്പൊ അവര് കൂടി ചേർന്ന് അവസാനം എത്തിയ കൺക്ലൂഷനാണ് തന്ത വൈബാണ് മലയാള ഭാഷയ്ക്ക് 2024 വീണ് കിട്ടിയ ഏറ്റവും പ്രചാരമുള്ള പദം. ഇത് ഈ പുതിയ തലമുറ ഇതിനെ എങ്ങനെ കാണുന്ന അറിഞ്ഞോളൂ. ഒരുപക്ഷെ അവർക്ക് ആ തന്ത എന്നുള്ളതിന്റെ പ്രയോഗത്തിന്റെ സംസ്കാര ശൂന്യത അറിഞ്ഞുകൂടായിരിക്കും. ഇപ്പൊ ഈ അച്ഛനെ ചേർത്തൊക്കെ മോശമായ ഒരു വാക്ക് ഉണ്ട്, പിതൃശൂന്യത, പലതിനോടും ചേർത്ത് പറയാറുണ്ട്. അപ്പോൾ പോലും പിതൃ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്, ഈ തന്ത എന്നുള്ള വാക്ക് ഉപയോഗിച്ച് കാണുന്നില്ല. അമ്മയ്ക്ക് തള്ള എന്നും അച്ഛന് തന്ത എന്നും പറയുന്ന പ്രയോഗത്തിൽ നിന്ന്, ആ സംസ്കാരത്തിൽ നിന്ന് ഒരു തലമുറ മാറി നിൽക്കണം. അത്തരം പ്രയോഗങ്ങൾ എന്തിന്റെ പേരിലാണെങ്കിലും പ്രചരിപ്പിക്കരുത്. അതൊരു പത്രം, അത് വളരെ ആദരവോടുകൂടി ജനങ്ങൾ കാണുന്ന ഒരു പത്രം, ഇതിനു വേണ്ടി ഒരു ഫുൾ പേജിന്റെ 75% മാറ്റിവെക്കുക എന്ന് പറയുമ്പോൾ അത് അതിന്റെ വിപണന തന്ത്രമോ ചെറുപ്പക്കാരെ ആകർഷിക്കാനോ ഒക്കെ ആവാം. ഈ ഗൗതം, എനിക്കിവിടെ പറയാനുള്ള ഇത് യുവജനങ്ങളെ ആകർഷിക്കാനാണെങ്കിൽ ഇന്നൊരു വലിയ ന്യൂസ് ഉണ്ട്. അത് പത്രത്തിൽ ഒരു 3 കോളം ചെറിയ പേജ് ന്യൂസായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ സ്പേസ് റിസർച്ചോ ISRO ഒരു വലിയ പരീക്ഷണം നടത്തി വിജയിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ 4 ലോകരാജ്യങ്ങൾ ഒന്നായിട്ട് മാറിയിരിക്കുകയാണ്. സ്പെയ്ഡെക്സ് എന്ന് പറഞ്ഞ ഒരു വലിയ പരീക്ഷണം, സ്പേസിൽ നടന്ന ഒരു പരീക്ഷണമാണ് സ്പെയ്ഡെക്സ് എന്ന് പറയുന്നത്. സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് എന്നാണ് അതിന്റെ പൂർണ്ണമായ രൂപം. സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ്. ഡോക്കിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ തുറമുഖത്തിലൊക്കെ ഡോക്കിലേക്ക് കപ്പലൊക്കെ വലിച്ചടിപ്പിച്ച് ബന്ധിപ്പിക്കുന്ന പ്രോസസ്സിനെയാണ് ഡോക്കിംഗ് എന്ന് പറഞ്ഞത്, ഡോക്കുകളില്. അപ്പോൾ ഈ ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന
ആ സാങ്കേതിക വിദ്യ നമ്മൾ വിജയകരമായി വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്പെയ്ഡെക്സ് എന്ന് പറയുന്ന ഒരു പരീക്ഷണം നമ്മൾ നടത്തി വിജയിച്ചിരിക്കുകയാണ്. ഈ സ്പെയ്ഡെക്സ് എന്താണെന്ന് അറിയാൻ വേണ്ടി പത്രത്തിൽ ഞാൻ അകത്ത് ഉൾപേജുകളിലൊക്കെ നോക്കി, ഇതിനെക്കുറിച്ച് വിശദമായിട്ടുണ്ടോ എന്ന് അറിയാൻ. അവിടെ വിശദമായിട്ടൊന്നും കണ്ടില്ല. അപ്പൊ ഇതിനെക്കുറിച്ച് വിശദീകരിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും സാങ്കേതികമായി താല്പര്യമോ അറിവോ കഴിവോ ഒക്കെയുള്ള കുറെ ചെറുപ്പക്കാർ പത്രം വായിക്കുന്നവരുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് പോയേനെ. മനസ്സിലായില്ലേ? ഇന്ന് ചെറുപ്പക്കാരെ ഇവിടെ നോക്കുന്നത് ഏറ്റവും നല്ല തൊഴിൽ മേഖലകള്, സ്റ്റാർട്ടപ്പുകൾ. കേരളത്തിലാണെന്ന് തോന്നുന്നു ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പുകൾ കൂടുതലുള്ള ഒരു സംസ്ഥാനം. സ്റ്റാർട്ടപ്പുകൾ ധാരാളം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രത്തിന്റെ ശ്രദ്ധ മുഴുവൻ മൈക്രോ ചിപ്സിലേക്കും സെമി കണ്ടക്ടേഴ്സിലേക്കും തിരിയുകയാണ്. അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോമൊബൈൽ വ്യവസായം എല്ലാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റാണ് മൈക്രോ ചിപ്സ്. ഇത് ഉൽപ്പാദിപ്പിക്കാനും വിപണനം ചെയ്യാനുമുള്ള സാങ്കേതിക വിദ്യ തൈവാൻ അങ്ങനെയുള്ള സൗത്ത് കൊറിയ മുതലായ രാജ്യങ്ങൾക്കാണ്. അമേരിക്ക പോലും ആയി വരുന്നതേ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ആ രംഗത്തേക്ക് വലിയ കാൽവയ്പ്പുകൾ നടത്തിയിട്ടുണ്ട്. ഈ വർഷാവസാനം ഈ തന്തവൈബിന് പകരം ഇത്തരം ഒരു പദത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇന്നലെ നമ്മുടെ ISRO പറയുമ്പോൾ അതിൽ എടുത്തു പറയേണ്ടത് ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു മലയാളി ശാസ്ത്രജ്ഞനാണ്. നമ്മുടെ ആലപ്പുഴ ജില്ലയിലുള്ള ഡോക്ടർ സോമനാഥ് എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ISROയുടെ ചെയർമാൻ. വളരെ അസൂയാവഹമായ ഒരു വലിയൊരു പൊസിഷൻ, ഒരു സ്ഥാനമാണ് അദ്ദേഹം വഹിക്കുന്നത്. ഈ സ്പെയ്ഡെക്സ് പരീക്ഷണം നടത്തി വിജയിപ്പിച്ച സോമനാഥിനെ കുറിച്ച് ഒരുപക്ഷെ വന്നിട്ടുണ്ടാവും. ഒരു ലേഖനം കൂടി ഈ വർഷാവസാനം കൊടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് കുറെ ചെറുപ്പക്കാരെ മോട്ടിവേറ്റ് ചെയ്യിപ്പിച്ചേനെ. അപ്പൊ ഇത്തരം പദപ്രയോഗങ്ങളെ, ഇത്തരം സംസ്കാരശൂന്യമായ പദങ്ങളുടെ പ്രചാരം, ഇതൊക്കെ പത്രങ്ങൾ ഏറ്റെടുക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് ഒരു തലമുറയിൽപ്പെട്ട ആളിന് പ്രതിനിധി എന്നുള്ള നിലയിൽ എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. കാരണം ഈ ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. അദ്ദേഹമാണ് രാമായണത്തിലൂടെ ഏറ്റവും വലിയ സംഭാവന ഭാഷയ്ക്ക് നൽകിയത്. രാമായണത്തിന്റെ പല കാണ്ഡങ്ങളിലായിട്ട് കിടക്കുന്ന ആ പദങ്ങളാണ് ഇന്ന് എല്ലാത്തിന്റെയും ഏറ്റവും വളരെ വൈശിഷ്ട്യമുള്ള പദം. അതൊക്കെ തെറ്റാണ്. രാമായണത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ മഹാഭാരതത്തെക്കുറിച്ചും എഴുത്തച്ഛനെ കുറിച്ചും ചങ്ങമ്പുഴേനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ച 2K കിഡ്സ് ഇവൻ തന്ത വൈബാണ് കേട്ടോ എന്ന് പറയും. വളരെ നല്ലൊരു പ്രയോഗമാണ്. ശരിയാണ്. രാമായണത്തെക്കുറിച്ചും വാൽമീകി രാമായണത്തെക്കുറിച്ചും എഴുത്തച്ഛന് വ്യാസഭാരതത്തെക്കുറിച്ചും ഒക്കെ അതിന്റെ ധർമാധർമ്മങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന അതുക്കും മേലെയുള്ള ധർമ്മബോധമുള്ള ധാരാളം പ്രസംഗകരും പ്രൊഫസർമാരും ഒക്കെ ഉള്ള ഒരു സമയമാണ്. അവരൊക്കെ ഈ തന്തവൈബ് തീർച്ചയായിട്ടും ഏറ്റെടുത്ത് തന്തവൈബിന് വേണ്ടിയിട്ടും കൂടി പ്രസംഗിക്കുക. അവരുടെയൊക്കെ ഒരു സമീപനം കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ MT വാസുദേവൻ എന്നാണ്. അദ്ദേഹം തുഞ്ചൻ പറമ്പിന്റെ ആ ട്രസ്റ്റിന്റെ ചെയർമാനും ഒക്കെ ആയിരുന്നു. അദ്ദേഹവും ഈ ദിവംഗതനായി 3-4 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ പ്രയോഗം വന്നത്. തീർച്ചയായിട്ടും അദ്ദേഹമോ ദിവംഗതനായ ഡോക്ടർ സുകുമാർ അഴീക്കോടോ ഈ പദപ്രയോഗം കണ്ടിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവരൊക്കെ എങ്ങനെ പ്രതികരിക്കുമായിരുന്നു എന്ന് ഇപ്പോൾ സങ്കല്പിച്ചു നോക്കുകയാണ്. വളരെ തീർത്തും ഒരു അധമമായ ഒരു സമീപനമാണ് ഇതിന്റെ കൂടെ ചേർത്ത് ഞാൻ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസിന്റെ 2024 വാക്കായിട്ട് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് ബ്രെയിൻ റോട്ടാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യര് ഓൺലൈൻ സ്ക്രീൻ ടൈം, അതായത് സോഷ്യൽ മീഡിയയിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് കൂടുതലും നിലവാരമില്ലാത്ത കണ്ടന്റുകൾ കാണുവാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് ഏറ്റവും കൂടുതൽ പ്രചാരം ലഭിക്കുന്നത് എന്നാണ് അവരുടെ ഒരു കണ്ടെത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബ്രെയിൻ റോട്ട് എന്ന് പറയുന്ന ഒരു വാക്ക് അവർ കണ്ടെത്തിയിരിക്കുന്നത്. കാരണം പലപ്പോഴായിട്ട് പല കണ്ടന്റുകളുടെ താഴെയും ഈ ബ്രെയിൻ റോട്ട് ആണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമന്റുകളും ഒക്കെ വന്നിട്ടുണ്ടായി. വലിയൊരു സർവേന്റെ അടിസ്ഥാനത്തിലാണ് ഈ വാക്ക് അവർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്, ഈ ബ്രെയിൻ റോട്ട് എന്നൊരു വാക്ക്. അതായത് സ്ക്രീനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന, അതായത് കൂടുതലും ഇപ്പോൾ ആളുകൾ റീൽസ് കാണാനും, അതായത് അധികം ഇന്റലക്ച്വൽ എക്സസൈസ് ഒന്നും ആവശ്യമില്ലാത്ത വെറുതെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കാണാൻ പറ്റുന്ന നിലവാരത്തിലുള്ള കണ്ടന്റുകളാണ് കൂടുതലും സോഷ്യൽ മീഡിയയിൽ ജനങ്ങൾ കൺസ്യൂം ചെയ്യുന്നതെന്നാണ് ഈ വാക്കിൻ്റെയൊക്കെ അർത്ഥം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ മനോരമ സംഘടിപ്പിച്ച ഹോത്രൂസ് സാഹിത്യോത്സവമുണ്ട്. അതിൽ ഈ തന്തവൈബ് അമ്മാമൻ വിളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടൻ സലീം കുമാർ നൽകിയ ഒരു മറുപടി ഉണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിൽ വൈറലായിരുന്നു ആ മറുപടി. അതിങ്ങനെയായിരുന്നു: അവരെന്ത് വേണമെങ്കിലും വിളിക്കട്ടെ, പഴയ കാലഘട്ടക്കാരെ അമ്മാവനെന്നോ അപ്പൂപ്പനെന്നോ എന്ത് വേണേലും വിളിക്കട്ടെ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ 2K ചിൽഡ്രൻസ് എന്താണ് കണ്ടുപിടിച്ചത്? കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് അവരല്ല, അതവർ ഉപയോഗിക്കുന്നുണ്ട്. മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത് അവരല്ല, അത് ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട ആളുകൾ കണ്ടുപിടിച്ച സാധനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ഒരു വർഗം, അതാണ് ന്യൂജൻ. അവർ കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ്, ഇവിടെ നല്ല ചായ കിട്ടും ഗൈസ് എന്നല്ലാതെ അവരുടെ തലമുറ കണ്ടുപിടിച്ചതെന്ന് പറയാൻ അവർക്കെന്തുണ്ട്?
ഇതായിരുന്നു സലീം കുമാറിൻ്റെ ഒരു മറുപടി എന്ന് പറയുന്നത്. സലീംകുമാർ അതിനെ അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ഭാഷയിലൂടെ പറഞ്ഞു. അത് തീർച്ചയായിട്ടും മുൻ തലമുറകളാണല്ലോ നമ്മൾ കണ്ടുപിടുത്തം നടത്തുന്നത്. ഇപ്പൊ ഐസക് ന്യൂട്ടൻ കണ്ടുപിടിച്ചത് ഈ തലമുറയിൽ എന്തുകൊണ്ട് കണ്ടുപിടിച്ചില്ല, ആൽബർട്ട് ഐൻസ്റ്റീൻ കണ്ടുപിടിച്ചതുകൊണ്ട് ഈ തലമുറ കണ്ടുപിടിച്ചതെന്ന് ചോദിക്കുന്നതിന് സാങ്കത്യമല്ല. പക്ഷേ അങ്ങ് പറഞ്ഞതുപോലെ ഈ ബ്രെയിൻ ട്രോട്ട്, ആ ബ്രെയിൻ ട്രോട്ടിന് സമാനമായ ഒരു മലയാള പദം ഉണ്ടാക്കി അതൊന്ന് പോപ്പുലറൈസ് ചെയ്തിരുന്നത് വളരെ നന്നായിരുന്നു. ഈ ബ്രെയിൻ ട്രോട്ടൊക്കെ സാധാരണക്കാരാണ്. ഇപ്പൊ ഈ മസ്തിഷ്ക വിരസത എന്നോ ഒക്കെ പറഞ്ഞു. അതായത് നമ്മൾ ഈ എല്ലാം നമ്മൾ എന്ത് ചെയ്താലും അതിനകത്ത് ഒരു പ്രിഫിക്സ് ഉണ്ട്, ക്വാളിറ്റി, ഗുണനിലവാരം. ക്വാളിറ്റി സ്ക്രീൻ ടൈം ഞാൻ ഉപയോഗിക്കുന്നത് പഠന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഗവേഷണ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അറിയാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണ് ഈ സ്ക്രീൻ സ്പേസ് യൂസ് ചെയ്യുന്നത്. സ്ക്രീൻ സ്പേസും സ്ക്രീൻ ടൈമും ഉണ്ട്. അപ്പൊ ഇതിന് രണ്ടേം കൂടെ ചേർത്ത് ബ്രെയിൻ ട്രോട്ട് എന്നുള്ള പദം വളരെ സാങ്കത്യമുള്ള ഒരു പദമാണ്. അതിന് ആരെങ്കിലും ഒരു നല്ല മലയാള വാക്ക് കണ്ടുപിടിച്ച് പ്രചരിപ്പിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ പദം രക്ഷകർത്താക്കളൊക്കെ ഏറ്റെടുത്ത്, അല്ലെങ്കിൽ വകതിരിവുള്ള കുട്ടികളെ ഏറ്റെടുത്ത് ഞാനിപ്പോൾ സ്പെൻഡ് ചെയ്യുന്നത് ബ്രെയിൻ റോട്ട് ആണോ എന്നൊരു ആത്മപരിശോധന നടത്താൻ ആളുകളെ പ്രേരിപ്പിച്ചേനെ. ഇത്തരം പദങ്ങൾ പോപ്പുലറൈസ് ചെയ്യുന്നത്, പ്രചരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. ബ്രെയിൻ റോട്ട് എന്നൊരു പദം ഞാൻ അറിയാമായിരുന്നു. അതിന് മലയാളം എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. അതിന് നല്ല ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മലയാളം വാക്ക് ഉണ്ടാക്കി പ്രചരിപ്പിച്ചാൽ തീർച്ചയായിട്ടും എല്ലാവരും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ബ്രെയിൻ റോട്ടിന്റെ പരിധിയിൽ വരുമോ എന്നൊരു ആത്മപരിശോധനയെങ്കിലും നടത്താൻ അത് പ്രേരിപ്പിക്കും. അത്തരം പദങ്ങൾ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യണം. ഇത്തരം നമ്മുടെ സംസ്കാരത്തിന്റെ പിന്നാമ്പുറങ്ങളിലുള്ള നമ്മൾ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടാത്ത, ഒഴിവാക്കി നിർത്തുന്ന, അമ്മയെ തള്ള എന്ന് വിളിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് വരുന്ന ഒരു തലമുറ ഉണ്ടാകാൻ പാടില്ല. അച്ഛനെ തന്ത എന്ന് വിളിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് വരാൻ പ്രേരിപ്പിക്കുന്ന മാധ്യമങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഇതൊക്കെ അതിശക്തമായിട്ട് അപലപിക്കണം. ഇതിനെക്കുറിച്ച് ആളുകൾ ചിന്തിക്കാൻ അല്പം പോലും അമാന്തം കാണിക്കരുത് എന്നാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. തീർച്ചയായിട്ടും ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി സാർ. എന്തായാലും സംസ്കാര ശൂന്യമായിട്ടുള്ള ഒരുപാട് പ്രവൃത്തിക്കും അതുപോലെ തന്നെ ബ്രെയിൻ റോട്ടിൻ്റെ പരിധിയിൽ വരുന്ന ഒരുപാട് പ്രവൃത്തിക്കൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ പ്രചാരണവും വൈറലൊക്കെ ആവുന്നത്. ഈ ഒരു സമീപനം വരും വർഷങ്ങളിലൊക്കെ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് വലിയ നന്ദി സാർ. നമ്മുടെ ഈ ചർച്ച ബ്രെയിൻ റോട്ടിൽ വരില്ല എന്ന് പ്രത്യാശിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.